ഹായ്, നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് പി എസ് സിക്ക് പറ്റിയ കറണ്ട് അഫയേഴ്സ് ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പി എസ് സിക്ക് എന്നല്ല, അത്യാവശ്യം എല്ലാ പരീക്ഷകൾക്കും എഴുതാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഡെയിലി ഉണ്ടായിരിക്കും. ഇത് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ജൂൺ 2025 ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇൻ്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല സ്റ്റാർലിങ്ക്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലോൺ മസ്കിൻ്റെയാണ്. നമുക്കറിയാം ഈ സ്റ്റാർലിങ്ക്. അപ്പോൾ സ്റ്റാർലിങ്ക് ഇങ്ങോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇലോൺ മസ്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പല ജിയോ പോലത്തെ വമ്പന്മാരൊക്കെ ഡിയോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ കുറേ കാലമായി ശ്രമിക്കുന്നു, അദ്ദേഹം ഇങ്ങോട്ട് വരാൻ അവസാന അനുമതി ലഭിച്ചു. ഓക്കെ, 2025 ജൂണിൽ നിലവിൽ വന്ന റിപ്പോ റേറ്റ് 5.5%. 2025 തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ VC ആയി നിയമിതനായത് CR പ്രസാദ്. 2025 ജൂണിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ VC വൈസ് ചാൻസലറായി നിയമിതനായത് CR പ്രസാദ്. അടുത്തിടെ രാത്രിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിംസ് നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്. അപ്പോൾ ഈ ഓൺലൈൻ ഗെയിമുകളുടെ സമയമാണ് ഇപ്പോൾ. നമുക്ക് തൊപ്പീനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരൊക്കെ ഫേമസ് ആയിട്ടുള്ളത് റിയൽ മണി. അത് മാത്രമല്ല, അവർ കളിച്ച് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കുറേ പേർക്ക് പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അതും പറയണം. പക്ഷെ ഒരുപാട് പേർക്ക് കൂടുതലാണ് നഷ്ടം. അപ്പോൾ തൽക്കാലത്തേക്ക് രാത്രി ഈ പറയുന്ന ഗെയിമുകളൊക്കെ അവസാനിപ്പിച്ചവർക്കാണ്. അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിനായി സഹകരിക്കുന്ന രാജ്യം നോർവേ. ഇന്ത്യയിൽ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിനായി സഹകരിക്കുന്ന രാജ്യം നോർവേ. അടുത്തിടെ സ്ഫോടനം സംഭവിക്കുന്ന മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലി. അടുത്തിടെ സ്ഫോടനം സംഭവിക്കുന്ന മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലി. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 600.15 കിലോമീറ്റർ. 2025 മാലദ്വീപ് ടൂറിസത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതനായത് കത്രീന കൈഫ്. 2025 മാലദ്വീപ് ടൂറിസത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതനായത് കത്രീന കൈഫ്. ഖുർബാൻ എന്ന നോവൽ രചിച്ചത് ഹരിത സാവത്രി. ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാഷിയോ. അടുത്തിടെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം കർണാടക. അതിനി നമ്മുടെ അവിടെയൊക്കെ വരണം. കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ 18 വയസ്സ് പോലും ആവാത്ത കുട്ടികൾ വരെ ചുണ്ടുമത് വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ അവിടെയും വരണം. അപ്പോൾ ഒന്നും കൂടി, അടുത്തിടെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം കർണാടക. 2025 ജൂൺ 13 ഇറാനിലെ നിരവധി സ്ഥലങ്ങളിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ രഹസ്യനാമം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. 2025 ജൂൺ 13 ഇറാനിലെ നിരവധി സ്ഥലങ്ങളിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ രഹസ്യനാമം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ.